കട്ടപ്പന നഗരസഭ 28-ാം വാർഡ് ഐറ്റിയക്കുന്ന് ആശ്രമംപടി റോഡിന്റെ നവീകരണം പൂർത്തിയായി. 19 ലക്ഷം രൂപ ചെലവഴിച്ച് 1 കിലോമീറ്റർ 30 മീറ്റർ ദൂരത്തിൽ ടാറിങ്ങും കോൺക്രീറ്റുമാണ് നടത്തിയത്. ഇതോടെ മേഖലയിലെ യാത്രാക്ലേശത്തിനും പരിഹാരമായി. കട്ടപ്പനയുടെ കുടിയേറ്റക്കാലം മുതൽ ജനങ്ങൾ അധിവസിച്ചു പോരുന്ന മേഖലയാണ് ഐറ്റിയക്കുന്ന് പ്രദേശം. ഐറ്റിയക്കുന്ന് ആശ്രമപടി റോഡിനും അത്ര തന്നെ പഴക്കമുണ്ട്. പല ഘട്ടങ്ങളിലായിട്ടാണ് റോഡിന് ടാറിംഗ് നിർമ്മാണം മുമ്പ് പൂർത്തിയാക്കിയിരുന്നത്. എന്നാൽ കാലക്രമേണ പാതയുടെ ടാറിങ്ങുകൾ ഇളകി യാത്ര തീർത്ത് ദുഷ്കരമായി തീർന്നു. ഇത് മേഖലയിൽ അധിവസിക്കുന്ന നൂറുകണക്കിന് കുടുംബങ്ങളുടെ യാത്രാക്ലേശത്തിനും കാരണമായി. കഴിഞ്ഞ കാലവർഷത്തിൽ റോഡിന്റെ പല ഭാഗങ്ങളും ഗർത്തങ്ങൾ രൂപപ്പെട്ടതോടെ കാൽനട യാത്ര ദുസ്സഹമായി മാറി. ഇതേ തുടർന്നാണ് MLA ഫണ്ടും മുനിസിപ്പൽ ഫണ്ടും ഉപയോഗിച്ച് റോഡിന് നവീകരണം പൂർത്തിയാക്കിയത്. എന്നാൽ ഇതേ സാഹചര്യത്തിൽ റോഡിന്റെ ദുരവസ്ഥ നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് 20 ലക്ഷം രൂപ കൂടി അനുവദിക്കാമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞിരുന്നു. എന്നാൽ ചിലർ ഈ ഫണ്ട് നഷ്ടപ്പെടുന്ന സമീപനം സ്വീകരിച്ചുവെന്ന് നവീകരിച്ച റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് വാർഡ് കൗൺസിലർ ഷാജി കൂത്തോടിയിൽ പറഞ്ഞു. കട്ടപ്പനയിലെ ഭരണസമിതിയുടെ ഇംഗിതത്തിന് നിൽക്കുന്ന എഐമാരെ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ശ്രമം കൊണ്ടാണ് ഇത് ഇത്രയും താമസിക്കാൻ കാരണമായത്. ഇവിടെ ചില ആളുകളൊക്കെ ഒപ്പിടിപ്പിക്കുകയൊക്കെ ചെയ്തു. ആ നിവേദനം കൊടുക്കേണ്ടത് ശരിക്കും പറഞ്ഞാൽ അവർ നഗരസഭാ ഭരണസമിതിക്കായിരുന്നു. കാരണം ഇവിടെ സ്ഥിരമായിട്ടൊരു എഐയെ ഇരുത്താനോ അല്ലെങ്കിൽ സ്വതന്ത്രമായിട്ട് ജോലി ചെയ്യുന്ന ഒരു എഐയെ കൊണ്ടിരുത്താൻ അവർ തയ്യാറാകാതെ അവരുടെ ഇഷ്ടത്തിന്, അതായത് ഭരണസമിതിയുടെ ഇഷ്ടത്തിന് നിൽക്കുന്ന എഐക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്നതുകൊണ്ടാണ് കട്ടപ്പനയിലെ ഈ പണികളെല്ലാം ഇത്രയും താമസിക്കാൻ കാരണം. 19 ലക്ഷം രൂപ ഉപയോഗിച്ച 1 കിലോമീറ്റർ 300 മീറ്റർ ദൂരത്തിൽ ടാറിങ്ങും വിവിധയിടങ്ങളിൽ കോൺക്രീറ്റും ഐറിഷോഡയുമാണ് നിർമ്മിച്ചത്. 4 ലക്ഷം രൂപ ഉപയോഗിച്ച ഓടകൾ നിർമ്മിക്കും. കൂടാതെ 10 ലക്ഷം രൂപ വിനിയോഗിച്ച റോഡിന്റെ ബാക്കിയുള്ള ഭാഗവും നവീകരിക്കുമെന്ന് ബന്ധപ്പെട്ടവർ വ്യക്തമാക്കി. ഉദ്ഘാടന ചടങ്ങിന് പ്രദേശവാസികളായ VK മധു, KK തങ്കച്ചൻ എന്നിവർ നേതൃത്വം നൽകി.